नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। आज हम कक्षा 10 के इकाई 2 सबसे बड़ा शोमैन के बारे में पढ़ेंगे. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയില്ല. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം. സബ്സെ ബഡാ ഷോമാൻ. ആരാണ് ഈ സബ്സെ ബഡാ ഷോമാൻ? ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. ആരാണ്? ചാർലി ചാപ്ലിൻ. യെസ്. എന്താ നമുക്ക് ചാർലി ചാപ്ലിനെ കുറിച്ച് അറിയുന്നത്? എല്ലാവർക്കും അറിയാം. ആളുടെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഫിലിംസ് ആണല്ലോ. ഡയലോഗ്സ് ഉണ്ടാവില്ല ജനറലി. പക്ഷേ ഡയലോഗ് ഇല്ലാണ്ട് വെറും ആളുടെ എക്സ്പ്രഷൻ വഴി നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തി. അതിനും ഒരു കഴിവ് വേണം. നമുക്കങ്ങനെ അങ്ങനെ സംസാരിക്കാണ്ട് ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു ചാർലി ചാപ്ലിൻ. എന്താണ് നമ്മുടെ സൈലൻറ്റ് ഫിലിം ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു എറയിൽ ആൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് കോമഡി ആക്ടർ, പിന്നെ ചലച്ചിത്രകാരനായിരുന്നു, സംഗീത സംവിധായകനുമായിരുന്നു. എങ്ങനെയാണ് ആൾക്ക് ഈ ലോക പ്രശസ്തി നേടിയത്? ഹി ബിക്കം എ വേൾഡ് വൈഡ് ഐക്കൺ. ഏത് വഴിയായിരുന്നു? ആളുടെ ഒരു സ്ക്രീൻ വ്യക്തിത്വമായ ദ ട്രാമ്പ് വഴിയാണ് ആൾക്ക് ലോക പ്രശസ്തി നേടിയത് ആളിവിടെ. പിന്നെ ചലച്ചിത്ര താരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ചാർലി ചാപ്ലിൻ. പക്ഷെ ആളുടെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? വാസ് വെരി പുവർ. വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നായിരുന്നു ചാർലി ചാപ്ലിൻ. ആളുടെ അമ്മയുടെ കൂടെയാണ് ആൾ ജീവിച്ചിരുന്നത്. അവർക്ക് ഫിനാൻഷ്യലി അവർ ഭയങ്കരമായിട്ട് വീക്കായിരുന്നു. അപ്പോൾ അമ്മ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ്, കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ചാർലി ചാപ്ലിനെയൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് തീരെ വഴിയില്ലാതെ ആയപ്പോഴാണ് ചാർലി ചാപ്ലിന് കുറേ പ്രകടനങ്ങൾ ചെയ്യേണ്ടി വന്നു. ചെറുപ്പകാലത്തിൽ തന്നെ സ്റ്റേജ് പെർഫോമൻസൊക്കെ ആയിട്ട് ആൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇത് എക്സാമിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മളൊരാളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അവരെ പറ്റി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടായിരിക്കണ്ടേ. ഇനി നമ്മൾക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാർലി ചാപ്ലിൻ. സർ चार्ल्स स्पेंसर चैपलिन का जन्म 16 अप्रैल 1889 को हुआ. चैपलिन विश्व के बड़े कलाकारों में एक हैं. वे हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. एक शिशु कलाकार से लेकर 88 वर्ष के आयु तक वे क्षेत्र में सक्रिय थे. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. उनकी मॉडर्न टाइम्स, द ग्रेट डिक्टेटर, द किड, सिटी लाइट्स, द सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. എന്താണ് സർ ചാർലസ് സ്പെൻസർ ചാപ്ലിനെ കുറിച്ച് പറയുന്നത്? സർ ചാർലസ് സ്പെൻസർ ചാപ്ലിൻ്റെ ജന്മം 16 ഏപ്രിൽ 1889 ആയത്. വിശ്വത്തിലെ നമ്മുടെ ഓൾ ഓവർ വേൾഡ് അവരിൽ കുറേ ഫേമസ് കലാകാരന്മാരിൽ ഒരാളായിരുന്നു സർ चार्ल्स स्पेंसर चैपलिन. वे हास्य अभिनेता, फिल्म निर्देशक, संगीतज्ञ, फिल्म निर्माता आदि के रूप में मशहूर थे. ഏതൊക്കെ രംഗങ്ങളായിരുന്നു ആൾ ഫേമസ്? ഹാസ്യ അഭിനേത എന്ന് പറഞ്ഞാൽ കോമഡി ആക്ടർ, ഫിലിം നിർദ്ദേശക് ഫിലിം പ്രൊഡ്യൂസർ, സംഗീതജ്ഞ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, ഫിലിം നിർമ്മാത പറഞ്ഞാൽ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്ന ആൾ, പറഞ്ഞാൽ ചലച്ചിത്ര നിർമ്മാതാവ്. അങ്ങനെയൊക്കെ എല്ലാ രംഗത്തായിരുന്നു ആൾ വളരെയധികം ഫേമസ് ആയിരുന്നത്. अमेरिकी सिनेमा के क्लासिकल हॉलीवुड युग के प्रारंभ से मध्य तक उनका योगदान रहा. അമേരിക്കൻ സിനിമയിൽ ക്ലാസിക്കൽ ഹോളിവുഡിലെ തുടക്കം മുതൽ, ആരംഭം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് മിഡിൽ വരെ, മധ്യം എന്ന് പറഞ്ഞാൽ മധ്യമം, മിഡിൽ വരെ ആളുടെ ഭയങ്കര അധികം കോൺട്രിബ്യൂഷൻ ആയിരുന്നു. യോഗ്ദാൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ. एक शिशु कलाकार से लेकर
88 वर्ष के आयु तक वे इस क्षेत्र में सक्रिय थे. എന്നാൽ ഒരു ശിശു കലാകാരൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ആർട്ടിസ്റ്റാണ്. അത് തൊട്ട് 88 വയസ്സ് വരെ ആൾ ഈ ഒരു ഫീൽഡിൽ എന്തായിരുന്നു, വളരെയധികം സജീവമായിരുന്നു. 25 दिसंबर 1977 को इस महान कलाकार का निधन हुआ. നമ്മളെല്ലാവരും വിട്ടുപോയി എന്നാൽ ഈ ലോകം തന്നെ വിട്ടുപോയി. എന്നാണ് ആൾ സംഭവിച്ചത്? അത് 25 December 1997 he died. उनकी मॉडर्न टाइम्स, द ग्रेट डिटेक्टर, द किड, सिटी लाइट्स, दिस सर्कस आदि कई फिल्में विश्व भर के लोग अध्ययन और मनोरंजन के लिए देखते हैं. ഈ പറഞ്ഞ ഇതെല്ലാം ഏതൊക്കെയാണ്? മോഡേൺ ടൈംസ്, ദി ഗ്രേറ്റ് ഡിറ്റക്റ്റർ, ദി കിഡ്, സിറ്റി ലൈറ്റ്സ്, ദി സർക്കസ്. ഇതെല്ലാവരും എന്തിനാണ് ഇതൊക്കെ കാണുന്നത്? ഓൾ ഓവർ വേൾഡാണ്, എസ്പെഷ്യലി അമേരിക്ക മാത്രമല്ല, ദ എൻറ്റയർ വേൾഡ്. അവരെന്തിനാണ് ഇത് കാണിക്കുന്നത്? അധ്യയനം, പഠിക്കാനും മനോരഞ്ജൻ, എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടാണ് ഇത് കാണുന്നത്. ഈ സ്റ്റോറി എഴുതിയത് ആരാണ്? ഗീത് ചതുർവേദി. ഗീത് ചതുർവേദിനെ കുറിച്ചിട്ട് എന്താണ്? ഗീത് ചതുർവേദി का जन्म 27 नवंबर 1977 को मुंबई में हुआ. എവിടെയാണ് ആളുടെ ജനനം? മുംബൈയിൽ എന്ന് 27 നവംബർ 1977. आप कवि हैं, जीवनकार भी. ആളൊരു കവിയാണ്. अब आप दैनिक भास्कर नोएडा के संपादकीय विभाग में कार्यरत हैं. എന്താണ്? ആളെവിടെയാണ് വർക്ക് ചെയ്യുന്നത്? നോയിഡയിൽ ദൈനിക് ഭാസ്കറിൽ എഡിറ്റോറിയൽ സെഷനിലാണ് ആളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. എന്താണ് ആദ്യത്തെ വരികൾ? മുझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. എന്താണ് ചാർലി ചാപ്ലിൻ എഴുതിയിട്ടുള്ള വരികളുടെ അർത്ഥം? മുझे बारिश में चलना पसंद है. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. എന്തുകൊണ്ടാണ് ഇഷ്ടം? മേരെ ആസു ജോ നെഹി ദേഖ് പാത്താ ഹെ കോയി. ആസു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. എൻ്റെ കണ്ണുനീര് ആർക്കും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമ്മൾ മഴയത്ത് നടക്കുമ്പോൾ മുഖത്തൊക്കെ വെള്ളം വരുമ്പോൾ നമ്മുടെ കണ്ണുനീര് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അത് കാരണമാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. सबसे बड़ा शोमैन. गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. लोगों को लगा कि माइक में कुछ खराबी आ गई है, पर फुसफुसाहट जारी थी. लोग चिल्लाने लगे. कहीं से कुछ लोग म्याऊं म्याऊं की आवाज़ निकालने लगे. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. എന്താ പറയുന്നത്? गाते गाते अचानक माँ की आवाज़ फटकर फुसफुसाहट में तब्दील हो गई. പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഗാത്തെ ഗാത്തെ എന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന്, അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, മാക്കി ആവാസ് അമ്മയുടെ ശബ്ദം, ഫട്കർ എന്ന് പറഞ്ഞാൽ പതറി, ഫുസ്ഫുസാഹട്ട് നേരിയൊരു ശബ്ദമായി, വിസ്പറിങ് ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ ഫുസ്ഫുസ് എന്ന് പറയുമ്പം ഉണ്ടാകുന്ന ഒരു ശബ്ദം, വിസ്പറിങ്, അതിലേക്ക് കൺവേർട്ടായി. തബ്ദീൽ എന്ന് പറഞ്ഞാൽ കൺവേർട്ടായി. പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ശബ്ദം പതറിയിട്ട് മെല്ലെ ഒരു നേരിയ ശബ്ദമായി മാറി. അത് അങ്ങനെ കൺവേർട്ടായി എന്നാണ് പറയുന്നത്. ലോഗോं को लगा कि माइक में कुछ खराबी आ गई है. ആൾക്കാർക്ക് ആദ്യം എന്താ തോന്നിയത്? മൈക്കിൽ എന്തോ തകരാറ് സംഭവിച്ചു എന്നാണ്. ഖരാബി എന്ന് പറഞ്ഞാൽ തകരാറ്. पर फुसफुसाहट जारी थी. പക്ഷെ അപ്പോഴും ആ വിസ്പറിങ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു, അത് നിന്നില്ല. ലോക് ചില്ലാനെ ലഗെ. അപ്പോൾ ആൾക്കാരെന്താ ചെയ്ത്? ലോക് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്താ ചെയ്ത്? ചില്ലാന, അലറി തുടങ്ങി, ചിഹ്നം വിളിച്ചു തുടങ്ങി. കഹീ സെ കുച്ച് ലോക് മ്യാവ് മ്യാവ് കി ആവാസ് നിക്കാൽനെ ലഗെ. ചില സ്ഥലത്ത് നിന്ന് ആളുകൾ എങ്ങനത്തെ ശബ്ദമാണ് ഉണ്ടാക്കി തുടങ്ങി? മ്യാവ് മ്യാവ്, പൂച്ചയുടെ ശബ്ദമാണ്. മ്യാവ് മ്യാവ് ശബ്ദം ഉണ്ടാക്കി തുടങ്ങി. ഇസ് അഭദ്ര ഷോർ നെ മാ കോ സ്റ്റേജ് സെ ഹട്നെ പർ മജ്ബൂർ കർ ദിയ. ഇത്തരത്തിലുള്ള ഈ ഇൻഡീസെൻറ്റ് വോയിസ്, അഭദ്ര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഡീസെൻറ്റ്, ഇംപൊളൈറ്റുള്ള ശബ്ദം, നമ്മൾക്കൊരു കംഫർട്ടബിൾ ആവാത്തൊരു ശബ്ദം കൊണ്ട് എന്താണ്, അമ്മയെ ഫോഴ്സ് ചെയ്തു, അമ്മയെ നിർബന്ധതയാക്കി. എന്തിന്? അവിടെ നിന്ന് ആ സ്റ്റേജ്
നിന്ന് വിട്ടുപോകാൻ. അങ്ങനത്തെ ഒരു ഇൻഡീസെൻ്റ് ആയിട്ടുള്ള, നമ്മൾ ആൾക്കാർ കൂകുമ്പോഴും അലറുമ്പോഴും നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ അത് നമ്മളെ വളരെയധികം ഡിസ്റ്റർബ് ആക്കില്ലേ. അങ്ങനെ തന്നെ അമ്മയും ഭയങ്കരമായിട്ട് ഇത് ഡിസ്റ്റർബായി. അപ്പോൾ അമ്മ നിർബന്ധിതയായി ആ സ്റ്റേജ് വിടേണ്ടി വന്നു. അവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഇസ് അഭദ്ര ശോറിനെ മാക്യോ സ്റ്റേജ് സെ ഹട്ട്നെ को मजबूर कर दिया, उस समय माँ की हालत कैसी होगी. ആ ഒരു ശബ്ദം കൊണ്ട് അമ്മയെ എന്താണ് അവിടുന്ന് ആ സ്റ്റേജ് വിടേണ്ട ഒരു അവസ്ഥയിലെത്തിച്ചു. അപ്പോൾ ആ സമയം അമ്മയുടെ ഒരു മാനസിക സിറ്റുവേഷൻ എന്തായിട്ടുണ്ടാവും, എങ്ങനെയാവും അവർ ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ പെർഫോം ചെയ്യണം, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താൽ നമ്മൾക്ക് എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, നമ്മൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും സന്തോഷം തോന്നില്ലല്ലോ. എന്തായിട്ടുണ്ടാവും അമ്മയുടെ ആ സിറ്റുവേഷൻ ആ സമയത്ത്? माँ की हालत बहुत निराशजनक और बेचैन रही होगी. അമ്മയുടെ എന്താ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവും. നിരാശജനക് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും, വളരെ സങ്കടമായിട്ട് അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ബേച്ചൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആയിട്ടുണ്ടാവും, എന്നാൽ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്കത് വിടേണ്ട ഒരു അവസ്ഥ വന്നു. चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के तमाशे को देख रहा था. माँ और मैनेजर में बहस होते देख वो वहाँ गया. मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था और वह उसे स्टेज पर भेजने की ज़िद करने लगा. माँ डर गई. 5 साल का बच्चा इस उग्र भीड़ को झेल पाएगा? चार्ली को वह अक्सर अपने साथ थिएटर ले जाती थी. ചാർലിയുടെ അമ്മ മിക്ക ദിവസങ്ങളിലും, മോസ്റ്റ്ലി അക്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും, ആളുടെ കൂടെ, അമ്മയുടെ കൂടെ എവിടേക്കാണ്? ആ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരുന്നു. उस दिन भी पर्दे के पीछे खड़ा वह आवाज़ के തമാശയെ ദേഖ് രഹാ था. അന്നും എന്താണ് ചാർലി? പർദ എന്ന് പറഞ്ഞാൽ ആ കേർട്ടൻ്റെ പിന്നാലെ നിന്ന്, പീച്ചെ എന്ന് പറഞ്ഞാൽ കേർട്ടൻ്റെ പിന്നിൽ നിന്നിട്ട് എന്താണ് ആ തമാശ, അവിടെ ശബ്ദം കൊണ്ടുണ്ടാക്കുന്ന ആ തമാശയൊക്കെ നടന്നില്ല, അതൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. മാ ഓർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ് വ വഹാ ഗയ. അമ്മയും മാനേജറും തമ്മിലുള്ള ഒരു ചർച്ച, ബഹസ് എന്ന് പറഞ്ഞാൽ ചർച്ച നടക്കുന്നത് കണ്ട് ചാർലി അങ്ങോട്ട് പോയി. मैनेजर ने चार्ली के माँ के कुछ दोस्तों के सामने अभिनय करते देखा था. मैनेजर എന്താണ്? मैनेजर ने चार्ली को माँ के कुछ दोस्तों के सामने अभिनय करते देखा था. മാനേജർ ആ ചാർലിയുടെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ നടുവിൽ അഭിനയം ചെയ്യുന്നത്, ആക്ടിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം മാനേജർ എന്താണ് പറയുന്നത്? वह उसे स्टेज पर भेजने की ज़िद करने लगा. അപ്പോൾ മാനേജർ എന്താണ് ചെയ്തത്? वह उसे स्टेज पर भेजने की ज़िद करने लगा. അപ്പോൾ ആള് അമ്മയോട് ഫോഴ്സ് ചെയ്തു. ജിദ് എന്ന് പറഞ്ഞാൽ ആളവിടെ ഫോഴ്സ് ചെയ്യാണ് അമ്മയോട്. എന്തിനെ? ചാർലിയെ സ്റ്റേജിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. ജിദ് വാശി പിടിക്കുക. മാ ഡർ ഗൈ. അമ്മ പേടിച്ചു പോയി. ഡർന എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി. എന്തിനാണ് അമ്മ പേടിച്ചു പോയത്? 5 साल का बच्चा इस उग्र भीड़ को कैसे झेल पाएगा എന്ന് പറഞ്ഞാൽ ഈ 5 വയസ്സായ കുട്ടി ഇത്രയും പ്രകോപിതരായ ജനക്കൂട്ടങ്ങളെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഉഗ്ര ഭീഡ് എന്ന് പറഞ്ഞാൽ ആ പ്രകോപിതരായ ജനക്കൂട്ടം. ഭീഡ് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം. ഉഗ്ര ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രകോപിതരായ ജനക്കൂട്ടം. അവരെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഝേൽന എന്ന് പറഞ്ഞാൽ നേരിടുക. ബഹുത് മുബാഹിസെ के बाद वह अंततः चार्ली को स्टेज पर ले आया और बचाव के कुछ शब्द कह उसे अकेला छोड़ आया. धुएं के उड़ते हुए छल्लों के बीच चार्ली ने मशहूर गीत जैक जोन्स गाना शुरू किया. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज़ से उस गाने की धुन तलाशते रहे और वह जैसे ही मिली गाना सजने लगा. എന്താണ് പറഞ്ഞത്? बहुत
മുബാഹിസെ ബാദ് കുറേ തർക്കത്തിനു ശേഷം എന്താ സംഭവിച്ചത്? അവസാനം, അന്തത് എന്ന് പറഞ്ഞാൽ അവസാനം, ചാർലിക്കോ സ്റ്റേജ് പർ ലേ ആയ, ചാർലിയെ ആ മാനേജർ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ഓർ ബച്ചാവ് കെ കുച്ച് ശബ്ദക്കെ, ആളവിടെ വന്നിട്ട് ഒരു 2 വാക്കുകൾ പറഞ്ഞു. ശബ്ദ് ഇപ്പം നടന്നതിൻ്റെയൊക്കെ ഒരു അതിനെ അഗേൻസ്റ്റ്, അതിനൊന്ന് മൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് വോ ഉസെ അക്കേല ചോടായ, ചാർലി അവിടെ തനിച്ച് വിട്ട് പോന്നു. അക്കേല എന്ന് പറഞ്ഞാൽ തനിച്ച്, ചോടന എന്ന് പറഞ്ഞാൽ അവിടെ വിട്ട് പോന്നു. ധുവയ്ക്ക് ഉടുത്തെ ഹുവേ ഛല്ലയ്ക്ക് ബീച്ച്, ധുവ എന്ന് പറഞ്ഞാൽ പുകയുടെ ഈ ഛല്ല എന്ന് പറഞ്ഞാൽ ഈ റൗണ്ട് ഷേപ്ഡ് ഒരു റിങ്ങിൻ്റെ ഒരു ഷേപ്പാണ്. എന്ന് പറഞ്ഞാൽ ഗോളകൃതിയിലുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ധുവ എങ്ങനെയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇങ്ങനെ റൗണ്ടായിട്ട് പോകില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ ധുവ എന്ന് പറഞ്ഞാൽ പുക ഇങ്ങനെ റൗണ്ട് ആകൃതിയിലാണ് പോകുന്നത്. അതിൻ്റെ നടുവിൽ അതിൻ്റെ ഇടയിൽ നിന്നിട്ട്, ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്ന് ചാർലി എന്താ ചെയ്ത്, ഒരു ഫേമസ്, മഷൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഒരു പാട്ട് ഏതായിരുന്നു? ജേക്ക് ജോൺസ് എന്ന് പറഞ്ഞ പാട്ടാണ്. അതാൾ പാടാൻ തുടങ്ങി. ശുരു എന്ന് പറഞ്ഞാൽ തുടങ്ങി. कुछ देर तक ऑर्केस्ट्रा वाले उसकी आवाज़ में उस गाने की धुन तलाशते रहे. ഓർക്കസ്ട്ര വാലെ എന്ന് പറഞ്ഞാൽ ആ ഓർക്കസ്ട്രക്കാരെന്താണ്, കുറച്ച് സമയം അവർക്ക് ആ ചാർലിയുടെ പാട്ടുമായിട്ട് ഒന്ന് സെറ്റായി വരേണ്ട, അവർക്ക് ആ മ്യൂസിക് അതിനു വേണ്ടി അവർക്ക് കുറച്ച് തിരഞ്ഞു പിടിച്ചു. തലാശ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അവർക്ക് തിരയാൻ സമയമെടുത്തു, സെറ്റാക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് രണ്ടാളുടെയും കണക്റ്റ് ആയപ്പോൾ ആ സെറ്റ്, ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർ ചെയ്യുന്ന പെർഫോമൻസ് അവിടെ സെറ്റായി വന്നു. അതിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 5 साल का चार्ली स्टेज पर अकेला था. उस समय चार्ली ने क्या सोचा होगा? 5 വയസ്സായ ചാർലി ആ സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. എന്താവും ചാർലി ആലോചിക്കുന്നുണ്ടാവുക? നമ്മൾ ഒരു 5 വയസ്സായ ഒരു കുട്ടി, നമുക്ക് തിങ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ ആ സമയത്തുള്ള വികാരം എന്താവാനാ വഴി? चार्ली स्टेज पर अकेले खड़े होकर यह सोच रहा होगा कि वह इतने लोगों के सामने क्या प्रदर्शन करेगा. എന്താവും ചാർലി അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ടാവുക? ഇത്രയും ആൾക്കാർ, അതും എങ്ങനത്തെ ജനക്കൂട്ടങ്ങളാണ്? എന്ന് പറഞ്ഞാൽ അത്രയും ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു ജനക്കൂട്ടമാണ് അവിടെ. അപ്പോൾ അവരുടെ മുമ്പിൽ എന്ത് പെർഫോമൻസാണ് പോയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നാവും ആ കുട്ടി വിചാരിക്കുന്നുണ്ടാവുക. गाना अभी आधा ही हुआ था कि स्टेज पर पैसों की बौछार शुरू हो गई. चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. इस बात ने हॉल को हंसी घर में तब्दील कर दिया. എന്താ പറയുന്നത്? ഗാന അഭി ആധാ ഹി ഹുവാ ഥ, ആ പെർഫോമൻസിൻ്റെ പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. ആധ എന്ന് പറഞ്ഞാൽ ഹാഫ്, പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റേജ് പർ പേസോങ്കി ബോച്ചാർ ഹോഗി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ പൈസയുടെ മഴ, ബോച്ചാർ എന്ന് പറഞ്ഞാൽ മഴ, എങ്ങനെയും മഴ തുള്ളികൾ വീഴുക, അങ്ങനെ തന്നെയായിരുന്നു സ്റ്റേജിലേക്ക് പൈസ വീണ് തുടങ്ങിയത്. चार्ली ने गाना रोक दिया और घोषणा की कि पहले मैं ये पैसे बटोरूंगा उसके बाद ही गाऊंगा. അതിങ്ങനെ പൈസ വീഴുന്നത് കണ്ടപ്പോൾ ചാർലി എന്താ പറഞ്ഞത്? ആദ്യം ഞാൻ പൈസ അവിടുന്ന് ശേഖരിക്കും, ബട്ടോരൂങ്ക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, അത് കഴിഞ്ഞിട്ടേ ഘോഷണ എന്ന് പറഞ്ഞാൽ ആൾ അവിടെ പോയി പറഞ്ഞു, ഡിക്ലെയർ ചെയ്തു. ഞാൻ ഈ പൈസ ആദ്യം ശേഖരിക്കും, എന്നിട്ടേ അത് കഴിഞ്ഞിട്ടേ ഇനി പാടുകയുള്ളൂ എന്ന്. ഇസ് ബാത്തിനെ ഹോൾ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ. ഇതെല്ലാവരും കേട്ടപ്പോൾ എന്തായി? ആ അവിടെ ഇരിക്കുന്ന ഹാള് എല്ലാവർക്കും വളരെ ചിരിച്ച്, അതൊരു ചിരിക്കുന്ന എല്ലാവരും കൂടി ഇങ്ങനെ തുറന്ന് ചിരിക്കുമ്പോൾ എന്തായി? അതൊരു ചിരിച്ച് അങ്ങനത്തെ ഒരു മുറിയായി മാറിയത്. ഇതിലൊരു ചോദ്യമുണ്ട്. ഇസ് ബാത്തിനെ ഹോൾ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ ക്യൂ? അവിടെ നടന്നൊരു സംഭാഷണം ചാർലി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറേ കാര്യങ്ങൾ. അത് കേട്ടിട്ട് എന്തായി? ആദ്യം പറഞ്ഞ് ഞാൻ പൈസ എടുക്കും, എന്നിട്ടാണ് ഇനി ബാക്കി പാടുള്ളൂ. അത് കേട്ടപ്പോഴല്ലേ ഭയങ്കരമായിട്ട് എല്ലാവരും ചിരിച്ചു തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചിരിച്ചത്? നമുക്കൊന്ന് നോക്കാം. ഇന്നോസെൻസ്. അപ്പോൾ ചാർലിക്ക് മാസൂമിയത്ത് ഓർ അഭിവ്യക്തി കോ ദേഖ് ഹോൾ ഹസി ഘർ മേ തബ്ദീൽ ഹോ ഗയ. എന്താവും കാരണം?
ആളുടെ ഒരു മാസൂമ്യത്ത് എന്ന് പറഞ്ഞാൽ ഇന്നോസെൻസ് ഓർ അഭിവ്യക്തി എക്സ്പ്രഷൻ, ആ ഇന്നോസെൻസും ആ ഫേസിലത്തെ ഒരു എക്സ്പ്രഷനും. കാരണം ഒരു 5 വയസ്സായ കുട്ടിക്ക് എപ്പോഴും ഒരു നിഷ്കളങ്കമായ മുഖമാകും. അപ്പം അതിൻ്റെ മുകളിൽ ആ കുട്ടിയുടെ പേടി, എൻ്റെ അമ്മയുടെ പൈസയൊക്കെ കൊണ്ടുപോകും, ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഭയം ആ മുഖത്തുണ്ടാകും. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ഇന്നസെൻസും കണ്ടിട്ടാവും ആൾക്കാർ അറിയാണ്ട് തന്നെ ചിരിച്ചു പോയിട്ടുണ്ടാകുക. तब तक मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा. चार्ली को लगा कि मैनेजर खुद पैसे रख लेना चाहता है. उसने यह बात शिकायती लहजे में दर्शक से कह दी. हंसी तब और बढ़ गई जब रुमाल की पोटली में पैसे बांध बैकस्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. जब तक मैनेजर ने यह पोटली माँ के हवाले नहीं की वह नहीं लौटा. എന്താണ് അപ്പോൾ അതിൽ പറയുന്നത്? തബ് തക് മാനേജർ एक रुमाल लेकर आया. അപ്പോഴേക്കും മാനേജർ ഒരു ചെറിയൊരു ടവൽ, റുമാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാങ്കർ ചീഫില്ലേ, അങ്ങനത്തെ ഒരു ചെറിയൊരു റുമാൽ എടുത്തിട്ട് കൊണ്ടുവന്നു. അതിലെന്താണ് ചെയ്യാൻ തുടങ്ങിയത്? ആ കാശൊക്കെ എല്ലാവരും എറിഞ്ഞിട്ടില്ല, കാശ് അതിലേക്ക് ശേഖരിച്ച് തുടങ്ങി. ബട്ടോർന എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. ചാർലിക്ക് ലഗാ കി മാനേജർ ഖുദ് പൈസെ റഖ് ലേന ചാത്ത ഹെ. ചാർലിക്ക് എന്താ തോന്നി? മാനേജർ ആ പൈസയൊക്കെ സ്വന്തം കയ്യിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാ തോന്നി. കാരണം ആളാണല്ലോ വന്നിട്ട് പൈസ അവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ആൾക്ക് ചാർലി വിചാരിച്ചു ഈ പൈസയൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ മാനേജർ കയ്യിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഉസ്നെ യഹ് ബാത് ശികായത്തി ലഹസെ മേ ദർശകോं से कह दिया. അപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രേക്ഷകർ, ദർശകർ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ, ഓഡിയൻസിനോട് എങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റ് എന്ന രൂപത്തിൽ, ശിക്കായത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ്, ലഹസ എന്ന് പറഞ്ഞാൽ ആ ഒരു ടോണിൽ അവർ എന്താണ് ചാർലി പ്രേക്ഷകരോട് പറഞ്ഞു. हंसी तब और बढ़ गई जब रुमाल की पोटली में पैसे बांध बैक स्टेज की ओर जाते मैनेजर के पीछे चार्ली व्याकुलता से लग गया. അവിടെ ചിരി അത് കൂടുതലായി, അട്ടഹാസം ഭയങ്കരമായിട്ട് എല്ലാവരും ചിരിയുടെ അത് കൂടുതലായിട്ട് വന്നു. എപ്പോൾ ആ ബണ്ടിൽ, പോട്ട്ലി എന്ന് പറഞ്ഞാൽ ബണ്ടിൽ, പൈസയുടെ ബണ്ടിലും എടുത്ത് ബാക്ക് സ്റ്റേജിലേക്ക് മാനേജർ പോകുന്ന വഴി ആളുടെ പിന്നാലെ തന്നെ ചാർലിയും എങ്ങനെയാണ് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഹി വാസ് വെരി ഡിസ്റ്റർബ്ഡ്. എന്തുകൊണ്ടാണ്? അസ്വസ്ഥനായിരുന്നു. ഈ പൈസയൊക്കെ ഇനി മാനേജർ കൊണ്ടുപോയാൽ ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ ആ കുട്ടിയും അസ്വസ്ഥനായിട്ട്, വ്യാകുലത എന്ന് പറഞ്ഞാൽ അസ്വസ്ഥനായി ആ മാനേജറിൻ്റെ പിന്നാലെ പോയി. ജബ് തക് മാനേജറിനെ വ പോട്ട്ലി മാ കെ ഹവാലെ നഹി കി. മാനേജർ ആ ഒരു ബണ്ടിൽ അമ്മയ്ക്ക് കൊടുക്കുന്നത് വരെ വഹ് നെഹി ലോട്ട, ആ പൈസ അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് ചാർലി തിരിച്ച് സ്റ്റേജിലേക്ക് വന്നത്. അതുവരെ ആൾ അവിടെ തന്നെ നിന്നു. लास्ट पैराग्राफ. चार्ली ने जनता में गुदगुदी फैला दी. उसके बाद उसने दर्शकों से बातचीत की, नृत्य किया और अपनी माँ सहित कई गायकों की नकल उतारी. मासूमियत में उसने थोड़ी देर पहले फटी माँ की आवाज़ और उसके फुसफुसाने की भी नकल उतार दी. लोगों में ठहाकों की हिस्सेदारी हुई और स्टेज पर जमकर पैसे बरसे. अंत में माँ जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. कई लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ़ की. चार्ली स्टेज पर पहली बार आया और माँ आखिरी बार. दुनिया के सबसे बड़े शोमैन का यह पहला शो था. उसने जन्म ले लिया था. എന്താ പറയണേ? ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫേലാതി. ചാർലി ജനത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓഡിയൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവരിൽ ഒരു ഉല്ലാസം, സന്തോഷമാണ് എല്ലാവരിലും കൊണ്ടുവന്നത്. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോं से बातचीत की. അത് കഴിഞ്ഞിട്ട് എല്ലാ ഓഡിയൻസും പ്രേക്ഷകരോട് അവൻ സംസാരിച്ചു. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. നൃത്തിക്കുക, ഡാൻസ് ചെയ്തു. കൈ ഗായകോं की നക്കൽ ഉതാരി. കുറേ പാട്ടുകാരുണ്ട്, അവരുടെ കോപ്പി ചെയ്തു. मासूमियत में उसने थोड़ी देर पहले फटी माँ की आवाज़ और उसके फुसफुसाने की भी नकल उतारी. അത് അത്ര ഇന്നസെൻറ്റ്, മാസൂം എന്ന് പറഞ്ഞാൽ അത്ര ഇന്നസെൻ്റ് അല്ലേ, ആ കുട്ടിക്ക് അറിയുന്നില്ല
എന്താ ചെയ്തത് ആ കുട്ടി? കുറച്ച് നേരം മുമ്പ് അമ്മയുടെ ശബ്ദം, പതറിയ ശബ്ദവും ആ വിസ്പറിങ്ങിൻ്റെയും അതുപോലും ആൾ കോപ്പി ചെയ്തിട്ട് അവിടെ കാണിച്ചു. लोगों में ठहाके की हिस्सेदारी हुई और സ്റ്റേജ് पर ജംകർ പാസേജ് റേ. ടഹാക്കി എന്ന് പറഞ്ഞാൽ അവർ അട്ടഹസിച്ച് ചിരിച്ചു. അങ്ങനെയാണ് എല്ലാവരും അട്ടഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ എന്താ പൈസ പിന്നെയും ആൾക്കാരിങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. अंत में माँ जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. അവസാനം അമ്മ സ്റ്റേജിൽ വന്ന് കുട്ടീനെ കൊണ്ടുപോകാൻ വന്നപ്പം എന്താണ് ദർശകർ, എല്ലാ പ്രേക്ഷകരും കുറേ നേരം നിന്ന് അവിടെ താലിയാൻ ബജായി. ഖടേ ഹോക്കർ എന്ന് പറഞ്ഞാൽ നിന്നിട്ട്, താലി എന്ന് പറഞ്ഞാൽ ക്ലാപ്പ്, എല്ലാവരും ക്ലാപ്പ് ചെയ്തു, ആളെ എൻകറേജ്. അവരെത്രയധികം ഇഷ്ടപ്പെട്ടു ചാർലിയുടെ പെർഫോമൻസ്. അപ്പോൾ അത് കാരണം അവരെല്ലാവരും നിന്നിട്ട് ആൾക്ക് കയ്യടി കൊടുത്തു. താലിയ എന്ന് പറഞ്ഞാൽ കയ്യടി കൊടുക്കുക. കൈ ലോഗോനെ മാ കെ സാത്ത് മിൽക്കർ ഉസ്കെ ഛോട്ടെ ബച്ചെ കി താരീഫ് കി. എന്താണ്, കുറേ ആൾക്കാർ അമ്മയുടെ കൂടെ തന്നെ ഹാത്ത് മിലാക്കർ അമ്മയെ ഷേക്ക് ഹാൻഡ് ചെയ്തു. എന്നിട്ട് ആളുടെ കുട്ടിയെക്കുറിച്ച്, അമ്മയുടെ കുട്ടിയെക്കുറിച്ച് കുറേ താരീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് പർ പെഹലി ബാർ ആയ ഓർ മാ ആഖിരി ബാർ. ചാർലി എന്താണ്, സ്റ്റേജിൽ ആദ്യമായിട്ട് വന്നു, അമ്മയോ, അമ്മ അവസാനമായിട്ട്. പെഹലി ബാർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചാർലി സ്റ്റേജിലേക്ക് കയറി, അമ്മ മാ ആഖിരി ബാർ എന്ന് പറഞ്ഞാൽ, ആഖിരി എന്ന് പറഞ്ഞാൽ അവസാനമായിട്ടും അമ്മ സ്റ്റേജിലേക്ക് കയറി. ദുനിയാമേ സബ്സെ ബഡേ ഷോമാൻ കാ പെഹല ഷോ ഥാ എന്ന് പറഞ്ഞാൽ ആ വേൾഡിൽ, ദുനിയ എന്ന് പറഞ്ഞാൽ വേൾഡ്, അവിടെ ഏറ്റവും വലിയ ഷോമാൻ്റെ ഏറ്റവും ആദ്യത്തെ ഷോ ആയിരുന്നു അത്. ഉസ്നെ ജനം ലേ ലിയാ ഥാ. ഒരു ഗ്രേറ്റ് ഷോമാൻ, ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, അവിടെയാണ് ആളുടെ ജനനം, ആളവിടെ ജനിച്ചിരുന്നു, ആളുടെ തുടക്കം കുറിച്ചിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിലൊരു ചോദ്യമുണ്ട്, ഉസ്നെ ജനം ലേ ലിയാ ഥാ, ഇസ്കാ മത്ലബ് ക്യാ, ഇസ്കാ ക്യാ മത്ലബ് ഹെ എന്ന് പറഞ്ഞാൽ ആൾ ജനിച്ചിരുന്നു, അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇസ് വാക്യ കാ യഹ് മത്ലബ് ഹെ കി ഉസ് ദിൻ കെ പ്രദർശൻ से एक नए कलाकार एवं नए प्रतिभा का जन्म हुआ. എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താവാനാ വഴി? പറഞ്ഞാൽ അന്നത്തെ ഒരു പെർഫോമൻസ്, പ്രദർശനം എന്ന് പറഞ്ഞാൽ പെർഫോമൻസിൽ എന്താവും, ഒരു പുതിയ കലാകാരൻ അല്ലെങ്കിൽ ഒരു പുതിയ പ്രതിഭ അവിടെ ജന്മമെടുത്തു എന്നാണ് പറയുന്നത്. ആളുടെ തുടക്കം കുറിച്ചു, ആ കലാരംഗത്തിലേക്കുള്ള ഒരു തുടക്കം ആളവിടെ കുറിച്ചു എന്നാണ് പറയുന്നത്. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഞാനത് റിവ്യൂ ചെയ്തിട്ട് റിപ്ലൈ ചെയ്യുന്നതാകും. എല്ലാവരും ഈ ചാപ്റ്റർ നന്നായി കണ്ടു പഠിക്കണം. കാരണം 10th നമ്മൾക്ക് ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞാലേ അതിൽ നിന്ന് വരുന്ന ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി സെക്ഷനായിട്ട് തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.